നമസ്കാരം. എൻ്റെ പേര് ബാലേന്ദ്രൻ. എൻ്റെ നാട് ആലപ്പുഴ പുന്നമട. എൻ്റെ കഥ പറയാനായിട്ട് ഇൻസ്പിറേഷണൽ സ്റ്റോറി ബോക്സിലേക്ക് എന്നെ ക്ഷണിച്ചതിന് ഒരുപാട് നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു. ഞാൻ 19 കൊല്ലമായി ലിസി ആശുപത്രിയിലെ ആംബുലൻസ് ഡ്രൈവറായി വർക്ക് ചെയ്യുന്നു. അവിടെ പല സാഹചര്യങ്ങളിലും ഞാൻ വളരെ ക്രിട്ടിക്കൽ സ്റ്റേജിലുള്ള സാഹചര്യങ്ങളിൽ പോലും ആംബുലൻസ് ഓടിക്കേണ്ടി വന്നിട്ടുണ്ട്. VIP-കൾക്ക് മെഡിക്കൽ പരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി VIP-കൾ ഇപ്പം അന്ന് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ വൈസ് പ്രസിഡൻ്റായിട്ടിരുന്ന നാരായണൻ സാറിന് വേണ്ടി മെഡിക്കൽ സംഘത്തോടൊപ്പം ഞാൻ വണ്ടി ഓടിക്കാൻ പോയിരുന്നു വൈസ് പ്രസിഡൻ്റായിട്ടിരിക്കുമ്പോൾ. പിന്നെ എൻ്റെ ഓർമ്മയിലിരിക്കുന്ന ഒരുപാട് സംഭവങ്ങളുണ്ട്. പേഷ്യൻസായിട്ട് വന്ന 1-2 കാര്യം ഒരുപാടുണ്ട്. എങ്കിലും എനിക്കിപ്പോഴും എൻ്റെ മനസ്സിൽ കിടക്കുന്ന 2-3 കാര്യങ്ങൾ 1-2 ഞാൻ പറയാം. ഒന്ന്, ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ നടക്കാൻ വന്നൊരു സാറ് പെട്ടെന്ന് കുഴഞ്ഞു വീഴുകയും അവിടെ നിന്ന് ലിസി ആശുപത്രി കൊണ്ടുവരികയും അവിടെ കൊണ്ടുവരുന്ന സാഹചര്യത്തിൽ അവിടുത്തെ ICUയിൽ ബെഡില്ലെന്ന് കണ്ട് അവിടുന്ന് മെഡിക്കൽ ട്രസ്റ്റിലേക്ക് കൊണ്ടുപോകാൻ എന്നോട് പറയുകയും ചെയ്തു. കൊണ്ടുപോകുന്ന സമയത്ത് പറഞ്ഞ് എത്രയും വേഗം മെഡിക്കൽ ട്രസ്റ്റിലെത്തിക്കുക, എത്രയും നേരത്തെ എത്തിക്കുന്നു അതാണ് ഈ സാറിൻ്റെ ജീവനും ഇതെന്ന് പറഞ്ഞ് പുള്ളിയുടെ മോനും മോളും വണ്ടിയിൽ വന്നു. അവിടെ ചെന്ന് ഇവിടുന്ന് വിളിച്ചു പറഞ്ഞിട്ടാണ് ചെല്ലുന്നത്. അവിടെ ചെല്ലുമ്പോൾ വേറൊരു പേഷ്യൻ്റ് ICUയിൽ കയറി ബെഡ് ഇല്ലയെന്ന് എന്നോട് പറയുക അവിടുത്തെ PRO. അപ്പോൾ ഞാൻ ആ സാറിൻ്റെ കാലിൽ പിടിച്ച് പറയുന്നു, സാറേ എനിക്ക് ഒരുപാട് വേണ്ടപ്പെട്ടതാണ്. ആ സാറിനെ എനിക്ക് അറിയാവുന്നതുകൊണ്ട് സാറേ എനിക്ക് ഒരുപാട് വേണ്ടപ്പെട്ട ആളാണ്. സാറ് ഏതോ ICUയിൽ വിളിച്ച് ഒരു ബെഡ് ഉണ്ടാക്കുകയാണ്. എന്നിട്ട് പുള്ളിനെ അവിടെ അഡ്മിറ്റ് ചെയ്തു. അത് ഞാൻ അവിടുന്ന് പോരുകയും ചെയ്തു. മാസങ്ങൾക്ക് ശേഷം ആ പേഷ്യൻ്റ് ലിസി ആശുപത്രിയിൽ റോണി സാറിനെ കാണാൻ വരിക. കാർഡിയോളജിസ്റ്റ് റോണി മാത്യുവിനെ കാണാൻ വരുമ്പോൾ അവർ സെക്യൂരിറ്റി ഓഫീസറോട് പറയുന്നു, എൻ്റെ പേരറിയില്ല, ഇങ്ങനെ ഒരു ചേട്ടനുണ്ട് കറുത്ത പൊക്കം കുറഞ്ഞ, ആ ചേട്ടനെ ഒന്ന് കാണണമെന്ന്, ഡ്രൈവറായ ചേട്ടനെ ഒന്ന് കാണണമെന്ന് പറയുന്നു. അപ്പോൾ സെക്യൂരിറ്റി ഓഫീസർ എന്നെ വിളിക്കുക. ഉച്ചയ്ക്ക് ഞാൻ ഊണ് കഴിക്കാൻ വേണ്ടി പോകുന്ന സാഹചര്യം. 2 പേരിവിടെ വന്നിട്ടുണ്ട് കാണാൻ എന്ന് പറയുന്നു. ഞാൻ വീട്ടിൽ നിന്ന് ഇവിടെ വന്നപ്പോൾ എനിക്ക് മനസ്സിലാവണില്ല. ഞാൻ പറഞ്ഞു എനിക്ക് മനസ്സിലായില്ല, ഒന്ന് പറയുമോ എന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്നത് ചേട്ടനെ നിങ്ങൾക്ക് മറക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പല കാര്യങ്ങളും എൻ്റെ തലയിൽ കൂടി പോയെങ്കിലും എനിക്കിത് ക്ലിക്കായില്ല. അപ്പം അവർ പറയുന്നു ഏകദേശം 1 മാസമായിട്ടുണ്ട് ചേട്ടൻ ഇവിടുന്ന് എൻ്റെ പപ്പേനെ മെഡിക്കൽ ട്രസ്റ്റിൽ കൊണ്ടുപോയി. വണ്ടി കൊണ്ടുപോയി മാത്രമല്ല, അവിടെ ചെന്നപ്പോൾ ബെഡില്ലെന്ന് പറയുമ്പോൾ ഞങ്ങൾ കാല് പിടിക്കുന്ന പോലെ ചേട്ടൻ കാല് പിടിച്ചു PROൻ്റെ. അവിടെ ആ അപ്പനെയും കൊണ്ട് ഞങ്ങളിപ്പോൾ ഇവിടെ വന്നിരിക്കുകയാണ്. പക്ഷേ അന്ന് ഈ പേഷ്യൻ്റെ 2 മക്കളുടെയോ ഫേസ് എനിക്ക് ഓർമ്മയില്ല. അത് ചില സമയത്ത് നമുക്ക് ദൈവം തരുന്ന ഒരു ഇതായിരിക്കാം. അങ്ങനെയുള്ള സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പിന്നെ രണ്ടാമത്തെ ഇപ്പോൾ എൻ്റെ ഇതിൽ ഓർമ്മയിൽ വരുന്നത്, കൊടുങ്ങല്ലൂർ മോഡേൺ ഹോസ്പിറ്റലിൽ നിന്ന് ഒരു പേഷ്യൻ്റ് എടുക്കാൻ ഞങ്ങൾ പോകുന്നു ICU വണ്ടിയിൽ. ആ പേഷ്യൻ്റ് 3 ദിവസമോ 4 ദിവസമോ കഴിയുമ്പോൾ തിരിച്ച് ഖത്തറിലേക്ക് പോകേണ്ട ആളായിരുന്നു. പെട്ടെന്ന് വീട്ടിൽ വെച്ച് നെഞ്ചുവേദന അനുഭവപ്പെട്ട് മോഡേൺ ഹോസ്പിറ്റലിൽ അവർ കൊണ്ടുവരുന്നു. അവിടെ വെച്ച് ചെക്ക് ചെയ്തപ്പോൾ 3 ബ്ലോക്ക് ഉണ്ടെന്ന് പറയുന്നു. ഇവിടുന്ന് ICU വണ്ടിയായിട്ട് അവിടെ ചെന്ന് പേഷ്യൻ്റ് എടുത്തു. പോരുന്ന വഴി ഏകദേശം പാലാരിവട്ടത്ത് എത്തുമ്പോൾ പേഷ്യൻ്റ് ഹാർട്ട് നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുകയും എന്നോട് പെട്ടെന്ന് പറയും, ചേട്ടാ വണ്ടി സൈഡിലൊതുക്ക്, പേഷ്യൻ്റ് ഷോക്ക് കൊടുക്കണം എന്ന് പറയുന്നു. പേഷ്യൻ്റ് ഷോക്ക് കൊടുത്തിട്ട് പറയുന്നു, ചേട്ടാ നമുക്കത് സേവ് ചെയ്യാൻ പറ്റുമോ എന്നറിയില്ല, എത്രയും വേഗം ഹോസ്പിറ്റലിലേക്ക് ഒന്ന് വിട്ടോ എന്ന് പറയുന്നു. അവിടുന്ന് 4 കിലോമീറ്ററേ ഉള്ളൂ. പക്ഷേ അവിടെ എത്തിച്ചു. പേഷ്യൻ്റ് സേഫായിട്ട് ഏകദേശം 8 ദിവസമോ 10 ദിവസമോ കഴിഞ്ഞപ്പം പേഷ്യൻറ്റിൻ്റെ വൈഫ് ഹോസ്പിറ്റലിൻ്റെ വാതിൽക്കൽ വെച്ച് ഞങ്ങളെ കാണുക. എന്നെയും ആ വണ്ടിയിലുണ്ടായിരുന്ന ഒരു സ്റ്റാഫ് നഴ്സിനെയും കണ്ടപ്പം ഞങ്ങളോട് വന്ന് പറഞ്ഞ്, നിങ്ങൾ ഓർമ്മയുണ്ടോ സഹോദരങ്ങളെ എന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾ 2 പേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി. അറിയില്ല എന്നുള്ള മട്ടിലായപ്പോൾ അവർ പറഞ്ഞ്, എൻ്റെ ഇക്കാനെയാണ് മോഡേൺ ഹോസ്പിറ്റലിൽ നിന്ന് നിങ്ങൾ കൊണ്ടുവന്നത്, ഇക്ക ഇപ്പോൾ സുഖമായിരിക്കുന്നു, പടച്ചോൻ നിങ്ങളെ ഒരിക്കലും കൈവിടില്ല എന്ന് പറയുന്നു. ആ ഒരു സാഹചര്യങ്ങൾ എപ്പോഴും ഓർക്കുമ്പോൾ നമ്മൾ ചെയ്യുന്ന ജോലിയിൽ ഒരുപാട്
എന്താ പറയുക, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരുപാട് പേരുണ്ട്. നമ്മൾ കുടുംബത്തിൽ നിന്ന് ഇറങ്ങി പോകുമ്പോൾ നമ്മൾ ഒന്നും പല കാര്യങ്ങളിലും വിട്ടിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുമ്പോഴും പിന്നീട് ഇത് കുറേ നാൾ കഴിഞ്ഞ് ഇത് കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. സന്തോഷമല്ല, നമ്മൾ ചെയ്ത ജോലിയുടെ ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ അവരിൽ നിന്ന് കൂടെയൊക്കെയാണ് നമ്മൾ അറിയുന്നത്. അങ്ങനെയൊക്കെയാണ് ഈ ജോലിയുടെ ഒരു സ്വഭാവം. പക്ഷേ ഇപ്പോഴും പലരും അത് ജോലി അതാണ്. ഈ ആംബുലൻസ് ആണെങ്കിലും ഓടിക്കുന്നതാണെങ്കിലും ഒരുപാട് ജോലിയേക്കാൾ കൂടുതൽ അതിനകത്ത് ഉത്തരവാദിത്വമുണ്ട്. കാര്യം നമ്മളുടെ ഒരു പേഷ്യൻറ്റിനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുമ്പോഴോ ആ വണ്ടിയിൽ കയറ്റുന്ന സമയത്ത് അത് ആ പേഷ്യൻ്റ് ഒരിക്കലും ഒരു പേഷ്യൻ്റായിട്ട് കാണാതെ നമ്മുടെ ഒരു സഹോദരനായിട്ടോ സഹോദരിയായിട്ടോ അച്ഛനായിട്ടോ അമ്മയായിട്ടോ കാണുന്ന ലെവലിലേക്ക് നമ്മളുടെ മനസ്സുയർന്നാൽ മാത്രമേ ഈ വക ജോലിയിൽ നമുക്ക് നന്നായിട്ട് ഇരിക്കാൻ പറ്റുള്ളൂ. അതാണ് എൻ്റെ അനുഭവത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായത്. കാര്യം അതൊരു രോഗിയാണ്, ഒരു മറ്റൊരാളുടെ ഭാര്യയാണ്, അല്ലെ മറ്റൊരാളുടെ പെങ്ങളാണ്, അച്ഛനാണ് എന്ന് കാണുന്ന ഒരു സാഹചര്യം ഒരിക്കലും ആംബുലൻസ് ഡ്രൈവർക്ക് പാടില്ല. കാര്യം നമ്മൾ മറ്റു ഒരു വാഹനം ഓടിക്കുന്നതിലും ഒരുപാട് ഉത്തരവാദിത്വം, ഒരുപാട് മാനുഷിക പരിഗണനയും കൊടുക്കേണ്ടൊരു മേഖലയാണ്. അത് കാണിക്കുമ്പോഴാണ് നമ്മൾ ഓരോ കാര്യങ്ങളിലേക്ക് നമ്മൾ എത്തിപ്പെടുന്നത്, നമ്മളെ ദൈവം സഹായിക്കുന്നത്. കാര്യം നമ്മൾ ഒരുപാട് റിസ്ക് പിടിച്ചൊരു ജോലിയാണ്. ആ ജോലിയിൽ നമ്മൾ ഒന്നും സംഭവിക്കാണ്ട് നമ്മുടെ കുടുംബത്തോട് നമുക്ക് സന്തോഷമായിട്ടിരിക്കാൻ പറ്റുന്നത് നമ്മൾ ചെയ്യുന്ന ജോലിയുടെ ഒരു വലിയൊരു ഉത്തരവാദിത്തമാണ്. അത് ദൈവം എന്നും നമ്മളുടെ കൂടെ ഉണ്ടാവണതും അതുകൊണ്ട് തന്നെയാണ്. പല സാഹചര്യങ്ങളിലും എനിക്ക് പെട്ടെന്ന് പല കാര്യങ്ങളിലും എനിക്ക് ഓർമ്മ വരുന്നത്, പെട്ടെന്ന് ചിലപ്പം നമ്മൾ പോകുന്ന സാഹചര്യത്തിൽ പെട്ടെന്ന് ബ്രേക്ക് ചെയ്യുകയോ പെട്ടെന്ന് വണ്ടി മാറ്റേണ്ട സാഹചര്യങ്ങൾ വന്നിട്ടുണ്ട്. നമ്മളൊരു പേഷ്യൻ്റെയാണ് കൊണ്ടുപോകുന്നതെങ്കിലും പല സാഹചര്യങ്ങളിലും നമ്മൾ ഒരുപാട് ശ്രദ്ധിക്കണം. നമ്മൾ കണ്ണും കാതും എല്ലാ പഞ്ചേന്ദ്രിയങ്ങളും നിൽക്കേണ്ട സാഹചര്യങ്ങളിൽ പോലും ചിലപ്പം നമ്മളുടെ ഇത് മാറിപ്പോകും. കാര്യം നമ്മൾ അകത്തിളക്കുന്ന പേഷ്യൻ്റ് അല്ലെങ്കിൽ എന്തും ആയിക്കോട്ടെ, ഒരാട്ടാണെങ്കിലും നമ്മൾ കൊണ്ടുവരുന്ന ഒരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ, അവിടെ എത്തിക്കുക എന്നുള്ള രീതിയിൽ. പക്ഷേ അത് സേഫായിട്ട് തന്നെ എത്തിക്കാൻ നമുക്ക് ഒരു തൻ്റെ ഇടം ദൈവം തരുന്നതാണ്. ഇപ്പം ഞാൻ ലിസി ആശുപത്രിയിൽ വർക്ക് ചെയ്യുന്നു. ഇവിടെ ഒരു 26 ഹാർട്ട് ട്രാൻസ്പ്ലാന്റ് നടന്നിട്ടുണ്ട്. അതിൽ 25 എണ്ണത്തിലും ഞാൻ ഹാർട്ട് കൊണ്ടുവരുന്ന ചുമതല എന്നെ ഏൽപ്പിച്ചത് ഇവിടുത്തെ ഹാർട്ട് ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്ന ജോസ് ചാക്കോ പെരിയപ്പുറം എന്ന് പറഞ്ഞ ജോസ് സാറാണ്. അതെല്ലാം കോർഡിനേറ്റ് ചെയ്യുന്ന, ഇതിൻ്റെ എല്ലാ കാര്യങ്ങളിലും കോർഡിനേറ്റ് ചെയ്യുന്ന രാജേഷ് സാർ എന്ന് പറയുന്ന ഞങ്ങളുടെ ഹോസ്പിറ്റലിൻ്റെ PR പബ്ലിക് റിലേഷൻ മാനേജറാണ്. ഇങ്ങനൊരു സംഭവം ഉണ്ടെന്ന് പറയുമ്പോൾ സാറാണ് എന്നെ വിളിച്ച് പറയാറുള്ളത്. എന്നിലുള്ള വിശ്വാസമായിരിക്കാം ജോസ് സാറ് എന്നെ ഈ കാര്യങ്ങൾ ഏൽപ്പിക്കുന്നത്. 25 ഹാർട്ട് ട്രാൻസ്പ്ലാന്റ് ഹാർട്ടും ഞാനാണ് കൊണ്ടുവന്നത്. അത് പല സ്ഥലങ്ങളിൽ നിന്ന്, കോട്ടയത്ത് നിന്ന് കൊണ്ടുവന്നിട്ടുണ്ട്, തൃശ്ശൂരിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ട്, അമൃതയിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ട്, കോലഞ്ചേരി ഹോസ്പിറ്റലിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ട്, ട്രിവാൻഡ്രത്ത് നിന്ന് വന്നിട്ട് ഹെലികോപ്റ്ററിൽ ട്രിവാൻഡ്രത്ത് നിന്ന് വന്നിട്ട് ഹയാത്തിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ട്, നേവൽ ബേസിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ പലതും 26 എണ്ണം പല സ്ഥലങ്ങളിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ട്. അതിനെയൊക്കെ എന്നെ ഏൽപ്പിക്കാനുള്ള കാരണം ഒരുപക്ഷെ അവർക്ക് എന്നിലുള്ള വിശ്വാസമായിരിക്കാം. സാറ് അത് ഞാൻ തന്നെ കൊണ്ടുവരണമെന്ന് വാശി പിടിക്കാറില്ലെങ്കിലും എന്നോട് വിളിച്ച് പറയും, ഇന്നൊരു ട്രാൻസ്പ്ലാന്റ് ഉണ്ട്, തയ്യാറായിരിക്കണം, നമുക്ക് ഇന്ന അടുത്ത് നിന്നാണ് വരാനുള്ളത് എന്ന് രാജേഷ് സാറ് വിളിച്ച് പറയും. അപ്പോൾ അതിന് റെഡിയായിട്ട് തന്നെ ഞാൻ പോകും. പക്ഷേ ഇന്ന് വരെ എൻ്റെ ഒരു പാളിച്ച വന്നിട്ടില്ല. കാര്യം അത് എൻ്റെ മാത്രമൊന്നുമല്ല, ദൈവത്തിൻ്റെയും കൂടി ഒരു ഇതാണ്. വളരെ ഉത്തരവാദിത്വത്തോടുകൂടി അവരുദ്ദേശിക്കുന്ന സമയത്തിന് മുമ്പ് എനിക്കിവിടെ എത്തിക്കാൻ പറ്റുന്നുണ്ട്. അതുപോലെ കോട്ടയത്ത് നിന്ന് കൊണ്ടുവരുമ്പോഴും റോഡ് വളരെ കോട്ടയത്ത് നിന്ന് വരുന്നപ്പോഴാണ് വളരെ മോശമായൊരു സാഹചര്യത്തിൽ കൊണ്ടുവരുന്നത്. കാര്യം റോഡ് വളരെ മോശമായി കിടക്കുന്ന സാഹചര്യത്തിലാണ്. ഞങ്ങൾ ഇവിടുന്ന് പോകുമ്പോൾ തന്നെ, കോട്ടയത്ത് നിന്ന് കൊണ്ടുവരുന്നതിന് പോകുമ്പോൾ തന്നെ സാറ് നമുക്ക് പൂത്തോട്ടയിൽ നിന്ന് ഇങ്ങോട്ടുള്ള റോഡ് വളരെ മോശമാണ്, അതുകൊണ്ട് നമുക്ക് ചേർത്തലയിൽ നിന്ന് തണ്ണീർമുക്കം വഴി കോട്ടയം ചെന്ന് ആ റോഡൊന്ന് നോക്കാം, അത് യാത്രയ്ക്ക് അനുയോജ്യമായ റോഡാണെങ്കിൽ അതുവഴി നമുക്ക് പോരാം എന്നും പറഞ്ഞ് ഞങ്ങൾ ഇവിടുന്ന് കോട്ടയം പോവുകയാണ്. പോയി കഴിഞ്ഞ് കോട്ടയത്ത് എത്തിക്കഴിയുമ്പോൾ സാറ് സാറിൻ്റെ കൂടെ ഉണ്ടായിരുന്ന എല്ലാവരെയും വിളിച്ച് എന്നെയും വിളിച്ചിട്ട് പറഞ്ഞ്, ഇതൊരു റിസ്ക് പിടിച്ചൊരു വഴികളാണ്, നമുക്കത് വേണ്ട, നമുക്ക് പഴയ
സാധാരണ റോഡിൽ തന്നെ വരണം. പക്ഷേ റോഡ് മോശമാണ്, പക്ഷെ നമ്മൾക്ക് സമയം വളരെ കുറവാണ്. അതുകൊണ്ട് എങ്ങനെയുണ്ട്, ചെയ്യാമോ, നമുക്ക് പോകാം, ആ വഴിക്ക് തന്നെ പോകാം അല്ലേ എന്ന് സാറ് രാജേഷ് സാറിനോട് സംസാരിക്കുകയാണ്. സാറ് പറഞ്ഞത് അത് തന്നെയായിരിക്കും ഉത്തമം. കാര്യം ഇത് വളരെ വളവും തിരിവുമുള്ള റോഡാണ്. നമുക്ക് ഒരുപാട് സ്പീഡിൽ വന്ന് നമുക്ക് ഉദ്ദേശിക്കുന്ന ടൈമിൽ വരാൻ പറ്റില്ല. പിന്നെ പോലീസുകാരും കോട്ടയത്ത് ഉള്ള പോലീസുകാരും ആരും പറഞ്ഞ് ഇത് റിസ്ക്കാണ് സാറേ, അതിലെ തന്നെയാണ് നല്ലത്. നമുക്ക് കുറച്ച് സമയം എടുക്കുമെന്ന് വിചാരിക്കാം, പക്ഷേ നമ്മൾ ശ്രദ്ധിച്ച് പോയാൽ അതായിരിക്കും നല്ലത് എന്ന് പറഞ്ഞ് അങ്ങനെ അതിലേ പോരുക. ഒരുപാട് സഹായം പോലീസ് ഇപ്പം കോട്ടയത്ത് നിന്ന് പോരുന്ന സമയത്ത് ഗാന്ധിനഗർ പോലീസ് സ്റ്റേഷനിലെ പോലീസുകാർ ഒരുപാട് ഹെൽപ്പ് ചെയ്തു. കാര്യം അവർക്കറിയാവുന്ന വഴികൾ ഞാൻ കോട്ടയത്ത് മെഡിക്കൽ കോളേജിൽ പല ദിവസം പോയിട്ടുണ്ടെങ്കിലും അവർ ഏത് വഴിയാണ് വന്നതെന്ന് എനിക്കും അറിയില്ല, എൻ്റെ മുമ്പിൽ ഉണ്ടായിരുന്നു. അതുപോലെ ഓരോ സ്ഥലങ്ങളിലും പോലീസുകാർ നമ്മൾക്ക് ട്രാഫിക് നിയന്ത്രണത്തിനുണ്ടായിരുന്നു. അതുപോലെ തൃശ്ശൂരിൽ നിന്ന് വരുമ്പോഴും ഞങ്ങൾ അവിടുന്ന് പോരുന്നത് വെളുപ്പിനെയാണ്, നല്ല മഴയുള്ള സമയമാണ്. മഴയുള്ള സമയത്ത് തൃശ്ശൂരിൽ നിന്ന് പോകുമ്പോൾ ഇതുപോലെ തന്നെ തൃശ്ശൂർ എലൈറ്റ് ഹോസ്പിറ്റൽ ഒരു ഇലക്ട്രിസിറ്റി ജീവനക്കാരൻ പോസ്റ്റിൽ നിന്ന് ഷോക്കടിച്ച് താഴെ വീണ് മരിച്ചൊരു ഹാർട്ട് എടുക്കാൻ വേണ്ടി പോയതാണ്. അതും ഇതുപോലെ തന്നെ വളരെ അനുകൂലമായൊരു സാഹചര്യമല്ലായിരുന്നു, മഴയുണ്ടായിരുന്നു. അവിടുന്ന് ഇതുപോലെ തന്നെ പോന്ന് അവർ സാർ ഉദ്ദേശിച്ചതിന് സമയത്ത് തന്നെ, നേരത്തെ എന്ന് ഞാൻ പറയുന്നില്ല, സാർ എന്താ ഉദ്ദേശിക്കുന്നില്ല, സാറ് ഇവിടെ വന്നപ്പോൾ എന്നോട് നന്നായിട്ടുണ്ട് എന്ന് പറയുമ്പം ആ വണ്ടി ഓടിച്ചതിൽ ഒരുപാട് സന്തോഷം. അതാണ് സമയത്ത് ഞാൻ ഉദ്ദേശിച്ച സമയത്ത് എത്തിച്ച് തരാൻ പറ്റിയല്ലോ, ഒരുപാട് നന്ദിയുണ്ട് എന്നുള്ള സാറിൻ്റെ വാക്കുകൾ ഒരുപാട് ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്. പുള്ളി നമ്മളിൽ തന്നിരിക്കുന്ന വിശ്വാസം അതുപോലെ തന്നെ ഈ സമയം വരെ ഞാൻ നോക്കിയിട്ടുണ്ട്. നാളെ എനിക്കറിയില്ല, എങ്കിലും ഞാൻ ഇവിടെ ലിസിയിലുണ്ടെങ്കിൽ പുള്ളി എന്നെ വിളിക്കും എന്നെനിക്ക് ഉറപ്പുണ്ട്. എനിക്ക് അതിനുള്ള സാഹചര്യം ഇല്ലെങ്കിൽ മാത്രമേ പുള്ളി മറ്റൊരാളെ അപ്പ് ചെയ്യുള്ളൂ എന്നാണ്. ഇതുവരെയുള്ള എല്ലാ കാര്യങ്ങളിലും സാറും ലിസി ആശുപത്രിയിലെ ഡയറക്ടേഴ്സും അസിസ്റ്റൻറ്റ് ഡയറക്ടേഴ്സും ഈ രാജേഷ് സാറും മറ്റെൻ്റെ സഹപ്രവർത്തകരും എല്ലാവരും എന്നോട് നന്നായിട്ടാണ് പെരുമാറിയിരിക്കുന്നത്, നന്നായിട്ടാണ് എന്നോട് സഹകരിച്ചിരിക്കുന്നത്. എല്ലാ കാര്യങ്ങളും എനിക്കെന്ത് ആവശ്യം ഉണ്ടായാലും എൻ്റെ കൂടെ ഉണ്ടാകും അവർ. അതുപോലൊരു സാഹചര്യത്തിലാണ് ഞാൻ ഇത്രയും കാലം ലിസിയിൽ വർക്ക് ചെയ്തത്. നാളെയും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു.